ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2016. ഇന്ന് ജൂലൈ മാസം 8-ാം തീയതി 189-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പോലും ഒന്ന് തരംതിരിച്ചിട്ടുണ്ട് മനുഷ്യരെ എന്ന് പറയുമ്പോൾ പൊറുക്കണം എല്ലാവരും എന്നോട്. ഒരു വേർതിരിവുകളും ആരോടും ഒരിക്കലും പുലർത്തരുതേ എന്ന് പഠിപ്പിച്ച യേശുവിനെ കുറിച്ചാണോ പറയുന്നത്? അതെ, ചില വേർതിരിവുകൾ ആവശ്യം തന്നെയാണ്. ഒന്ന് വകഞ്ഞു മാറ്റേണ്ടി വരും. ചിലരെ ഇടത്തേക്കും ചിലരെ വലത്തേക്കുമൊക്കെ വേർതിരിക്കുമെന്ന് അന്ത്യവിധിയുടെ സൂചനയിൽ പഠിപ്പിച്ചതും നമ്മൾ മറക്കരുത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വചനങ്ങൾ എപ്പോഴെങ്കിലും വായിക്കണം, അത്യാവശ്യം തന്നെയാണ്. ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യനായുള്ളവൻ ആരെന്ന് അന്വേഷിക്കുക. ഇപ്പൊ യോഗ്യതയുള്ളവര്, യോഗ്യത കണ്ടെത്താത്തവരും നേടാത്തവരും ഉണ്ട് നമുക്കിടയിൽ. അതൊരു ക്വാളിറ്റി തന്നെയാണ്, ഒരു കുലീനതയാണ്, ഒരു മഹത്വവും മഹിമയാണ്. ദൈവം തന്നിരിക്കുന്ന വിചാരം കൊണ്ടും വിവേകം കൊണ്ടും നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ട, എത്തിച്ചേരേണ്ട ഇടം കൂടിയാണ് യോഗ്യത. തന്റെ ശിഷ്യന്മാരെ 12 അപ്പോസ്തലന്മാരെ അയക്കുന്ന സന്ദർഭത്തിൽ യേശു പറഞ്ഞതാണ്, ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യത ഉള്ളവർ ആരെന്ന് അന്വേഷിപ്പിക്കും. ആ ദേശം വിട്ടു പോരുന്നതുവരെ അവന്റെ വീട്ടിൽ പാർക്കുവിൻ. അവിടം കൊണ്ടും ക്രിസ്തുയേശു പറഞ്ഞു തീർക്കുന്നില്ല. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം ചൊല്ലുവിനാ പറയുക, സമാധാനം ആശംസിപ്പാനാ പറയുക. ഇനിയാണ് നമ്മളെ ഭാരപ്പെടുത്താൻ പോകുന്നത്. വീടിന് യോഗ്യത ഉണ്ടെങ്കിൽ ആ വീടിന് ഒരു യോഗ്യത ആവശ്യമാണ്. യോഗ്യതയുള്ള വീടും യോഗ്യതയുള്ള മനുഷ്യരുമൊക്കെ ക്രിസ്തുയേശു എന്ന് വേർതിരിച്ച് തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ യോഗ്യതയുള്ള ഭവനവും യോഗ്യതയുള്ള ഒരുക്കമുള്ള ശ്രേഷ്ഠരായ മനുഷ്യരുമായി നമ്മൾ മാറേണ്ടതാണ്. അങ്ങനെ ദൈവം ആശംസിക്കുന്ന സമാധാനവും വന്ദനവും ഒക്കെ ആ ഭവനത്തിലും വ്യക്തിയിലും നിലനിൽക്കണമെങ്കിൽ ഈ ഒരുക്കവും ജാഗ്രതയും യോഗ്യതയും ആവശ്യമാണ്. അല്ലാത്ത പക്ഷം അത് മടങ്ങി വരുമെന്നാണ് പറയുക. അത് ദൈവത്തെങ്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പറയുക. അത് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തണം, വല്ലാതെ നമ്മളെ ഭാരപ്പെടുത്തണം. ദൈവം തരുന്ന കൃപകൾ സ്വീകരിപ്പാനായിട്ട് നമ്മളും ഒന്ന് ഒരുക്കണ്ടേ, നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കണ്ടേ, പാകപ്പെടുത്തണ്ടേ. ആ വൃത്തിയുള്ള പാത്രത്തിലേക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഇട്ടുതരാനായിട്ട് ദൈവത്തിനാണെങ്കിലും ആർക്കാണെങ്കിലും തോന്നുക. പ്രാർത്ഥനയോടുകൂടി ആമേൻ.